മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. ബ്രഹ്മപുരത്ത് തീ പറന്നത്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ A huge fire has been raging at a massive dump yard on the outskirts. ഇന്ന് 2025 ഫെബ്രുവരി 10 2 വർഷം മുമ്പ് അതിഭീകരമായ ഒരു വിപത്ത് നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ എത്തുന്നത് വരെ എനിക്കും വിശ്വാസം വരുന്നില്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുൻപ് വരെ ഏക്കർ കണക്കിന് മാലിന്യങ്ങൾ മാത്രം കുമിഞ്ഞുകൂടിയിരുന്ന ഒരു മേഖലയിൽ നിന്ന് ഇന്ന് വളരെ മനോഹരമായ പച്ചപ്പും ഹരിതാവയും പൂക്കളും ഒക്കെയുള്ള ഏരിയയായിട്ടും ഒരു മികച്ച പ്ലേ ഏരിയ ആയിട്ടും ഒക്കെ ഈ ബ്രഹ്മപുരം മാറിയിരിക്കുന്നു. കാണാം ബ്രഹ്മപുരത്തിന്റെ പുതിയ വിശേഷങ്ങൾ. ഇതുപോലൊരു പൂവ് ഈ മണ്ണിൽ വിരിയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പ്രളയശേഷം 2618 ടൺ ലോഡിലധികം മാലിന്യമാണ് ഈ പ്രദേശത്തേക്ക് അടിഞ്ഞുകൂടിയത്. മറ്റ് ജില്ലകളിൽ നിന്നുകൂടി മാലിന്യങ്ങൾ ഇങ്ങോട്ടെത്തിയതോടെ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥ നിയന്ത്രണാതീതമാവുകയായിരുന്നു. ഇത് എനിക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടാണ്. എന്റെ വീട്ടിൽ ഭാര്യക്ക് ശ്വാസം മുട്ട്, അതുപോലെ മക്കൾക്ക്, കുഞ്ഞു മക്കളൊക്കെ ഉള്ള അവിടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ശ്വാസം മുട്ട് മാറാൻ പണി ഇവിടെ ഇല്ല. ഞങ്ങളെ പോകാൻ ശേരവും പിടിച്ച് അവിടെ പണി പോകുന്നതാണ്. അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും ശുചിത്വ മിഷൻ അടക്കമുള്ള വിവിധ സംസ്ഥാന ഗവൺമെന്റ് ഏജൻസികളുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് തീ അണയ്ക്കാൻ നമുക്ക് സാധിച്ചത്. അതേ തുടർന്ന് ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള പദ്ധതി മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിന്റെയും നേതൃത്വത്തിൽ ശുചിത്വ മിഷനും മറ്റ് ഏജൻസികളും ചേർന്നാണ് കൃത്യമായി ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. നിലവിൽ 250ഓളം ജീവനക്കാർ, 32 ഫയർ യൂണിറ്റുകൾ, നിരവധി ഹിറ്റാച്ചികൾ, ഉയർന്ന ശേഷിയുള്ള മോട്ടോർ പമ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ബ്രഹ്മപുരം പ്രശ്നത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് സർക്കാർ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക തന്നെ ചെയ്യും. അറബിക്കടലിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊച്ചിയെ നമുക്ക് ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ കൂട്ടായിട്ട് ഒരുമിച്ച് പരിശ്രമിക്കാം. ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കാൻ മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതിനായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അണിനിരക്കുന്ന ഒരു ജനകീയ യത്നം നമുക്ക് ആരംഭിക്കാം. 2 വർഷങ്ങൾക്കിപ്പുറം ബ്രഹ്മപുരം വലിയ തോതിൽ മാറിയിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ 80% പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും ശുചിത്വ മിഷൻ അടക്കമുള്ള വിവിധ ഏജൻസികളുടെയും കൃത്യമായ മോണിറ്ററിംഗോട് കൂടിയാണ് ഇത് സാധ്യമാകുന്നത്. ഇതുപോലെ തന്നെ തദ്ദേശ ഭരണ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും ഖരമാലിന്യ നിർമ്മാർജ്ജന പരിപാലന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ അഭിനന്ദനീയം തന്നെയാണ്. ബയോ മൈനിങ് പ്രോസസ്സിലൂടെയാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട്, ഇത്രയും ചെറിയ കാലയളവ് കൊണ്ട് ഇത്രയധികം മേഖല വളരെ വൃത്തിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ എന്താണ് ഈ ബയോ മൈനിങ് എന്നല്ലേ? എന്റെ പുറകിൽ കാണുന്ന ഈ വേസ്റ്റ് കൂമ്പാരം കണ്ടോ? ഇതാണ് ലെഗസി വേസ്റ്റ്, അതായത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യം. ഈ മാലിന്യത്തിൽ നിന്ന് റിഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബയോ മൈനിങ്. കൽക്കരിക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ് റിഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ. ഇത് സിമന്റ് പ്ലാന്റിലും അതുപോലെ തന്നെ പവർ പ്ലാന്റിലുമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയധികം മാലിന്യം മറ്റൊരു ഉപയോഗപ്രദമായ കാര്യത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലോ.
ക്രിക്കറ്റ് കളിയും ബ്രഹ്മപുരം പ്ലാന്റിനകത്താണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ചെടികളടക്കം ഇവിടെ വളരുന്നുണ്ട്. ആ പഴയ ഏറ്റവും വലിയ ഏറ്റവും വൃത്തിഹീനമായിരുന്ന ആ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു കീറാമുട്ടി ഇന്നിവിടെ ഇല്ല. പഴയ മാലിന്യ മലകൾ ഇന്നിവിടെ ഇല്ല. ഇവിടുത്തെ 80% ഏരിയയും വൃത്തിയായിരിക്കുകയാണ്. അപ്പൊ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ ബ്രഹ്മപുരവും പഴയ ബ്രഹ്മപുരമല്ല. ശരിയായ മാലിന്യ സംസ്കരണ ശീലങ്ങൾ ജനങ്ങളിൽ വളർത്താനും വലിച്ചെറിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള വലിയ രീതിയിലുള്ള അവബോധ പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടും നടക്കുകയാണ്. ഓരോ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ചും ബയോ സോൾജർ ഫ്ലൈ സംവിധാനം ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചും മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കൊച്ചി നടത്തുന്നത്. ത്തിലധികം ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഈ ഉദ്യമത്തിനായി പ്രവർത്തിക്കുന്നത്. മാലിന്യ സംസ്കരണവും ശുചിത്വവും ജനങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കേരളം മാറുന്നു എന്നതും അഭിനന്ദനാർഹമായ വസ്തുതയാണ്. മനസ്സ് വെച്ചാൽ ഏതൊരു വലിയ മാലിന്യവും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രം. നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ വരും തലമുറയ്ക്ക് ഏൽപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യവുമാണ്. ശുചിത്വ മിഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരളത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകാം.